അങ്ങനെ ഞങ്ങൾ ദസറ കാണാൻ വേണ്ടിയിട്ട് നേരെ നമ്മളെ മൈസൂരുള്ള പാലസിലിങ്ങ് എത്തിയിട്ടോ. അപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയൊക്കെ പോകാത്ത ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താക്കിയത് ഈ ഒരു വീഡിയോ എടുത്തിട്ടോ. നമ്മളെ കൂടെ സിലു ഉണ്ട്, അമ്മ ഉണ്ട്, അനു ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ ഫാമിലി ആയിട്ടെല്ലാം കൂടി നമ്മളെടുത്തി മൈസൂർ എന്ന് പറഞ്ഞ ഈ ഒരു പാലസിലെത്തിയത്. ചെറിയ ചിലവിലാണ് ഞങ്ങൾ പോയതെങ്കിലും വലിയ ചിലവൊന്നും ആകില്ല എന്നൊരു തമാശ രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാനോ. എല്ലാ റൂമിലും നമുക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് കയറിയിട്ട് ഇവരെന്താക്കുന്നുണ്ട്, കാണിച്ചു തരുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ചിലവ് കുറഞ്ഞ് പോകാൻ പറ്റി. ആഹാ, ഇവർ രണ്ടുപേരും കുടയും ചൂടി എടുക്കുന്നല്ലോ. അനു, സിലു, എന്താ പരിപാടി? ഇങ്ങോട്ട് നോക്ക്. ഒരിക്കലും കാണാത്ത കാഴ്ചകൾ കണ്ട് ആകാംക്ഷയോടെ ഇരിക്കുന്ന ഇവരെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടുന്ന് പൂവൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകാനുള്ള പരിപാടിയിലൊക്കെയാണ് അമ്മു സിലു ഒക്കെ പറഞ്ഞിട്ടോ. എന്നാലും തമാശക്ക് പറഞ്ഞാണ്, ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കാണ് നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുക. നല്ല വെയിലുള്ള സമയത്ത് അങ്ങനെയാണ് ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പ് തന്നെ കിട്ടും. അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കാണ്, ചെരുപ്പൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സൈഡിലായിട്ട് നിൽക്കാം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഈ കാണുന്നതൊക്കെ ചെരുപ്പ് ഓരോരുത്തർ കവറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ചാട്ടോ. ഈ പാലസിൽ സേഫായിട്ട് നമുക്ക് എന്താക്കാം, ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാം. ഫുൾ CCTV നിരീക്ഷണത്തിലായിരിക്കും ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്താക്കുകയാണ്, ഉള്ളിലേക്ക് നേരെ പോവുകയാണ്. പോകുന്ന സമയത്ത് കഥ പറഞ്ഞ് ഒരു വൈക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്ത് ഇരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര നടക്കണമെന്നുള്ള ആലോചിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെത്തി നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ പാട് ഇവിടെ കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എന്താക്കണം, ഈ ഒരു വലിയൊരു മെഷീനിൽ വെച്ചിട്ട് നേരെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് എന്താക്കുക, അവർ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് എന്താക്കുന്നുള്ളൂ, ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. ഈ ഒരു മെഷീനാണ് നമ്മളെന്താക്കുന്നത്, സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതാക്കുന്നത്. ഞങ്ങളടുത്ത് ബാഗൊക്കെ ഉള്ളതിനെ കൊണ്ട് അനുവും അമ്മുവും ഒക്കെ ആയിട്ട് എന്താക്കി എല്ലാം ചെക്കൊക്കെ ചെയ്ത് അമ്മേൻ്റെ കൈമിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത്. കാരണം എന്ന് വെച്ചുകൊണ്ട് അതിലൊന്നും ഇല്ല പ്രത്യേകിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടൊക്കെ തന്നെ നടന്ന് നമ്മളൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടോ. 800 സംതിങ് എത്താനായിരിക്കും ടിക്കറ്റിന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതിനെ കൊണ്ടാണ്. ഈ ടിക്കറ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്താക്കാൻ പറ്റൂ, ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. ഈ ഒരു ഭാഗത്തൂടി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര ഗേറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അടുത്ത വർക്ക് എന്ന് വെച്ചാൽ ഒരു 1.5 വർക്കും കൂടിയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാത്രി അന്നേരം ഭയങ്കര ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. അതേമാതിരിയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതിലുള്ളത്. ഇവരെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച പല സാധനങ്ങളാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ അറിയാത്തതിനെ കൊണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കണ്ടുനോക്കുന്നത്, നമ്മളെ വീട്ടിലൊക്കെ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പം കണ്ടോ. ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും പൊന്നു കണ്ണ് തള്ളിപ്പോകുന്ന മാതിരിയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. അവിടെ നമുക്ക് വരാൻ തോന്നൂല കേട്ടോ. ഇവിടുത്തെ സൈഡ് പോലീസുകാർ വരെ ഭയങ്കര ആകാംക്ഷയിലൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാഴ്ചകളാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടത്. പിന്നെ ഇവിടുത്തെ ചുമരും കാര്യങ്ങളൊക്കെ യുദ്ധത്തിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെപ്പറ്റിയിട്ട് ഞാൻ വിശദീകരിച്ച് പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ടുള്ള അറിവില്ലാത്തതിനെ കൊണ്ടാട്ടോ. നമ്മൾ പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പല ആൾക്കാരും പറഞ്ഞ് നമ്മളതിന് തർക്കിക്കാൻ നിൽക്കണ്ടല്ലോ. അത്രയും കിടലായിട്ട് ഇവിടെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വരച്ചതാണെന്നാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ടോ. നമുക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അത് നമ്മൾ ഓൽക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മതി, അവർ കറക്റ്റായിട്ട് വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അവിടുത്തെ വാതിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേറെ വിഷയങ്ങൾ എന്താ വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഡിസൈൻ ചെയ്ത വാതിലുകളും ഒക്കെ കാണുന്നവരെ നമ്മൾ വിചാരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊന്ന്. മരം കൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും നടത്താൻ തുടങ്ങി. നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആരെയും ശ്രദ്ധിച്ചില്ല, വന്ന ആൾക്കാരൊന്നും കേട്ടോ. ഇവിടുന്ന് ഫോട്ടോസിൻ്റെ എടുക്കുന്ന തിരക്കിലാണ് ശില്പയാനും കൂടി. അവരെ പിന്നെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല. ഞാൻ നേരെ മുന്നോട്ടേക്ക് തന്നെ പോയിട്ട് കണ്ടല്ലേ, മഹാരാജാവിൻ്റെയും രാജ്ഞിയുടെയും എല്ലാവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അവിടെ വെച്ചിട്ടോ. ഇതിനെ പറ്റിയിട്ട് പതിവ് പോലെ പറയുന്നതെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് അറിയാത്തതിനെ കൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയുന്നില്ല. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. നമ്മളെപ്പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരും പിന്നെ കാണാൻ പറ്റാത്ത വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. എന്നാൽ വെച്ചാൽ എൻ്റെ ഉമ്മാക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ അടിക്കുക. പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് അടിച്ചു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോട്ടോ. എന്ത് രസമല്ലേ ഈ ഫോട്ടോസിൽ കാണാൻ തന്നെ. ഇങ്ങനെയാണെങ്കിൽ ഇവരെ നേരിട്ട് കാണാൻ എത്ര ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഇവർ ഉപയോഗിച്ച പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ പോയി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. എത്രത്തോളം പഴക്കമുണ്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. എന്താ വെച്ചാൽ എല്ലാം വെള്ളിയും കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്, ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്താക്കി നേരെ മുന്നോട്ടേക്ക് നടന്നു. അതിനിവിടുന്ന് വീഡിയോൻ്റെ തിരക്കില. പിന്നെ അമ്മ നോക്കണ്ടല്ലോ,
പിന്നെ നമ്മളെ ഏച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഏച്ചി എന്ന് പറഞ്ഞത് അനുവിൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കണ്ടില്ലേ എന്ത് മനോഹരമാണ്. ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. പണ്ട് കാലങ്ങളിൽ ലിഫ്റ്റൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം വർഷം പഴക്കമുണ്ടാവും. അങ്ങനെ ഞാൻ ഇതൊക്കെ ആകാംക്ഷയോടെ നോക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് കടന്നു. വർക്കൊക്കെ നോക്കിയിട്ട് അവിടെ നമുക്ക് വരികയെന്ന് തോന്നില്ല. അത്രയും അടിപൊളിയിലാണ് ഇതൊക്കെ ചെയ്തത്. ഇത്രയും ഡിസൈനൊക്കെ ചെയ്തത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും തിരക്കിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങൾ ഈ മരത്തിൻ്റെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നിങ്ങൾ എത്ര മനോഹരമാണ്. എല്ലാവർക്കും ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ വേണ്ടി എത്ര. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളെന്ത് കാണുന്നത്, കണ്ടോളൂ. വാ, ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വർക്ക് എടുത്തുകൊണ്ട് കാലത്ത് ഈ ഒരു ഫാന് പുതിയതാണ് കേട്ടോ, പുതിയ അപ്ഡേഷനാണ്. അതുകൊണ്ട് നിങ്ങളത് തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ഈ ഒരു കണ്ണാടി കണ്ടില്ലേ, മാജിക് ഗ്ലാസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം അവിടെ എഴുതി വെച്ചതിനെ കൊണ്ടാണ് അതിന് ഓർമ്മയോടെ പറഞ്ഞത്. ഈ ഒരു സാധനമാണ് നമ്മൾ എന്താക്കിയത് മാജിക് കണ്ണാടി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കണ്ടുപിടിച്ചതിനെ കൊണ്ട് നേരിട്ട് ഫേസ് കാണാൻ പറ്റിയ കൊണ്ടായിരിക്കും അവർ ഈ ഒരു പേരിട്ടോ. ഇതൊക്കെ വെള്ളിയാണ്, ആനക്കൊമ്പ് വെള്ളിയല്ല പ്രത്യേകിച്ച് പറഞ്ഞത്. പിന്നെ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു ബാൽക്കണീൻ്റെ സൈഡിൽ കൂടി നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അതായത് സെൻറ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ബാൽക്കണീൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എന്താക്കാം, ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് പായിച്ച് എടുത്തതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ബാഹുബലി സിനിമയുണ്ടല്ലോ അതേമാതിരി തോന്നി. എന്ത് കണ്ടിട്ടെന്നല്ലേ, ഇതാ ഈ രണ്ടെണ്ണം കണ്ടില്ലേ, ഇത് രണ്ടും കണ്ടിട്ട് ഇതിൻ്റെ എൻട്രൻസ് കൂടി നമുക്ക് വരാൻ പറ്റില്ല, അവിടെയൊക്കെ ക്ലോസ് ആണ്. ഉള്ളിൽ കൂടി പോയിട്ട് ഇവർ അലോഡ് ചെയ്ത ഭാഗങ്ങൾ. ഇവർ രണ്ടുപേരും എന്താ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്ന കണ്ടപ്പോൾ അനുവും ശില്പയും കൂടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേക്കും ഈ ഒരു കളി. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറൊന്നും കൊടുക്കുന്നില്ല മോളെ, അവരൊക്കെ ക്ഷീണിച്ചിട്ടിരിക്കുകയാണെന്ന്. എല്ലാ ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ട് കറക്കൊക്കെ കറങ്ങിയിട്ട് അവർ രണ്ടുപേരും കുടയും കൈമൽ പിടിച്ച് കുട നേരെ സൈഡിലേക്ക് വെച്ച് അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞാൽ പിന്നെ പായസം കൂടിയും വരികയും മക്കൾ ഇവിടെ ഇരുന്നു എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടവലും കൂടിയും പിരിച്ചിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയേനെന്ന്. അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടി വീണ്ടും യാത്രയായി. നേരെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവർ നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇവരെ ബൈക്കിൽ നിന്ന് വീണ്ടും നടന്നു. പിന്നെ എനിക്ക് ആകാംക്ഷയുണ്ട് കേട്ടോ. പല ആൾക്കാരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നേരം ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നിർത്താം, അത്രയും പോരാണ്ടായി പോകുന്നു. മുമ്പിലുള്ള ഗേറ്റ് കണ്ടില്ലേ, എൻ്റെ പൊന്നോ, എൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകും. നല്ല അടിപൊളിയിൽ ആനക്കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള ചരിത്രങ്ങളൊന്നും നമുക്ക് നേരെ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ചരിത്രങ്ങളൊന്നും പറയാതെ ഇതിനെപ്പറ്റി പോയി കണ്ട കാര്യങ്ങൾ മാത്രം പറയാമെന്നുള്ളത് മാത്രമാണ് നമ്മളൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ചരിത്രങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായിക്കോ നേരെ ഗൂഗിളിൽ കയറിയിട്ട് തപ്പി കണ്ടുപിടിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ മാജിക് കണ്ണാടീൻ്റെ മുമ്പിൽ നിന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും എന്താക്കി അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മുന്നോട്ടേക്ക് പോകട്ടോ. പോകുന്ന സമയത്ത് ഇവരെ സമ്മതിക്കണം, അത്രയും ആകാംക്ഷയിലാണ് ഇവരെന്താക്കുന്നത്, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അച്ചൂസിനെ കാണുന്നില്ല കേട്ടോ. അച്ചൂസ് നമ്മളെ ബൈക്കൊന്നല്ല, അച്ചൂസ് അത്രയും തിരക്ക് പിടിച്ചിട്ട് അയിലയിലൊക്കെ പോവുകയാണ്. ഇതാണ് രാജാവ്, രാജാവിൻ്റെ മെഴുകുതിരി ആയിട്ടുള്ള എന്തോ സംഭവമൊക്കെ ആയിട്ടാണ് വെച്ച്, കറക്റ്റായിട്ട് അറിയില്ല. ഈ ഒരു സംഗതി ഞാൻ ടി വിയിലൊക്കെ കണ്ടത്, നമ്മളെ മണിച്ചിത്രത്തായൻ്റെ തമിഴ് സിനിമ ഒക്കെ കണ്ടിട്ടില്ലേ, അതിൽ ഉള്ള ഒരു സീമാതിരിയൊക്കെ എനിക്ക് ഇത് തോന്നിയത്. അത്രയും അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗം. അത്രയും ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിക്ക് ഫോട്ടോസൊക്കെ അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും അതിലൊക്കെ പോസ്റ്റ് ചെയ്തിക്ക്. അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചുറ്റാ പൊന്നോ നോക്കിയോക്ക്, യുദ്ധങ്ങളൊക്കെ നടന്ന സ്ഥലമല്ലേ, എത്ര ആൾക്കാർ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് അടിപൊളിയാക്കിയത്. അച്ചൂസേ ഇങ്ങോട്ട് നോക്കടാ, അച്ചൂസ് നോക്കുന്നില്ല, അച്ചൂസ് അങ്ങോട്ടേക്കാട്ടോ. ഇവർ വീണ്ടും തുടങ്ങി. ഇവർക്ക് ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയായിക്കില്ല എന്ന് തോന്നുന്നു. ആരെന്നല്ലേ അമ്മുവാനും കൂട്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് പോയി. നടന്നാലും മതിയാവില്ല, അത്രയും നടക്കാനുണ്ട്. അങ്ങനെ ഈ ഡോറ് തുറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോണ്ട് ഇവിടുന്ന് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മോളെ തള്ളണ്ട എന്നും പറഞ്ഞിട്ട് നിന്ന്. ഇതിൻ്റെ ഡോറിൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിക്കില്ലേ സംഭവം, ഇപ്പോഴല്ലേ മെഷീനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അവരൊന്ന് നോക്കി നോക്കി. ലിഫ്റ്റിൻ്റെ അരിയത്ത് വന്നിട്ട് കുറേ ആൾക്കാർ ഇതിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇത്രയും അടിപൊളിയിൽ ലിഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വില ബുദ്ധിയെന്ന്. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോയി. ഓരോ ഭാഗത്തേക്ക് പോകുന്ന സമയത്തും വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. ഇത് തള്ളലല്ല കേട്ടോ, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. യാത്ര ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ എന്താക്കി മടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, അതേമാതിരി തന്നെ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിലും ഈ വീഡിയോ തന്നെ കാണണമെന്നില്ല. ഏതെങ്കിലും ഒരു വീഡിയോ അടിപൊളിയുള്ള കണ്ട് എന്താക്കണം പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോവുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഫുൾ വെള്ളിയാണ് കേട്ടോ. വെള്ളി കൊണ്ടുണ്ടാക്കിയ ഡോറാണിത്. അത് ചെറിയോൻ പിടിച്ച് ഉന്തുന്ന കണ്ടില്ലേ, സിൽവർ ഡോർ എന്ന് അതിൻ്റെ സൈഡിൽ എഴുതിയേക്ക്. എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഓരോ ഡോറിൻ്റെ സ്ഥലത്തും ഇതാണ് സിൽവർ ഡോർ. അടിപൊളിയില്ലേ കാണാൻ, ഒന്ന് ആലോചിച്ച് നോക്കി. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ അഞ്ചുകൊണ്ടെങ്കിൽ എന്താണല്ലേ. അങ്ങനെ ഞങ്ങൾ എന്താക്കാണ് ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ കൂടി നേരെ
താഴോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. അത്രയും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഇതാണ്. അത് വെള്ളിയല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ പുറത്തേക്കുള്ള യാത്രയായി. പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അടിപൊളിയിൽ നമുക്ക് വഴി പറഞ്ഞു തരാനും എക്സിറ്റ് എന്നുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്തുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. സുഖസുന്ദരമായിട്ട് പോയിട്ട് സുഖസുന്ദരമായിട്ട് വരാം. എല്ലാ റൂമിലും കയറാൻ പറ്റില്ല എന്ന് പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു യാത്ര പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരിയിട്ട ചെരുപ്പിൻ്റെ അരിയത്തേക്കാണ്. എന്നിട്ട് വേണം നമുക്ക് എന്താക്കാൻ മുന്നോട്ടേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഊരിയിട്ട ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മടങ്ങാം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. ആ ലൈറ്റ് കാണാനാണല്ലോ നമ്മളെത്തിയത്. അപ്പോൾ ലൈറ്റ് കാണാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ രാത്രി ആവാൻ വേണ്ടിയിട്ട് കാത്തു നിന്നോ. കാരണം എന്ന് വെച്ചുകൊണ്ട് ദസറൻ്റെ ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങ് കണ്ടാലല്ലേ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായല്ലോ. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. ഇവിടെ ആനയും പല പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് പറയാനുള്ളത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ആചാരം എന്ന് വെച്ചുകൊണ്ട് പണ്ടേ രാജാവ് പറഞ്ഞത് എന്തൊരു മുടക്കം വന്നു കഴിഞ്ഞാലും എന്താക്കരുത് ഇത് നിൽക്കാൻ പാടില്ല എന്ന്. അതായത് അത്രയും നല്ല രീതിക്ക് ഇത് ആഘോഷിക്കണമെന്ന്. രാജാവ് കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ പോലും ദസറ മാറ്റി വെക്കരുതെന്ന്. അപ്പോൾ എത്രത്തോളം ആഘോഷമായിരിക്കും ഇതിൻ്റേത്.